ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. 1000-ൽ പരം കലാകാരന്മാരാണ് ഈ സാംസ്കാരിക കലാരൂപങ്ങളുടെ അകമ്പടിയുടെ ഏകദേശം 60ഓളം ഫ്ലോട്ടുകളിൽ ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നത് എന്നുള്ളതാണ്. ഈ ഫ്ലോട്ടുകളിലൊക്കെ തന്നെ ഉള്ളവർ കലാകാരന്മാരെയാണ് ഈ ഫ്ലോട്ടുകളിലൊക്കെ തന്നെ അണിനിരത്തിയിട്ട് ഉള്ളത്. അതുകൂടാതെ വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ, ക്ലാസിക് കലാരൂപങ്ങളും നാടൻ കലാരൂപങ്ങളും ഒക്കെ തന്നെ ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. അതുപോലെ തന്നെ കേരള പോലീസ്, അശ്വാരൂഢസേന, അതുപോലെ തന്നെ മറ്റ് വിവിധ സേനാ വിഭാഗങ്ങൾ ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 51 കലാകാരന്മാരുടെ ശംഖനാദം മുഴക്കിക്കൊണ്ടാണ് ഈ ഘോഷയാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറും കുടുംബസമേതമാണ് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തതെന്നുള്ള പ്രത്യേകത കൂടി ഇത്തവണ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 91 ദൃശ്യ ശ്രവ്യ കലാരൂപങ്ങളും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയ്ക്ക് കൂടുതൽ മാറ്റി നൽകുന്നതാണ്. അതുകൂടാതെ തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്ന പ്രമേയം മുൻനിർത്തി ഝാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ ഗ്രാമീണ കലാരൂപങ്ങളും ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. കേരളീയ പൈതൃകവും സിനിമയും സാഹിത്യവും ഒക്കെ, കൂടാതെ സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സുരക്ഷ, ശാസ്ത്ര സാങ്കേതിക വിദ്യ, അങ്ങനെ വിവിധ തരത്തിലുള്ള ജീവസുരക്ഷാ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫ്ലോട്ടുകളാണ്, വിവിധ കാലിക പ്രസക്തി ഉൾക്കൊള്ളുന്ന ഫ്ലോട്ടുകളാണ് ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നത് എന്നുള്ളതാണ് മറ്റ് വലിയ പ്രത്യേകത. എല്ലാ ഫ്ലോട്ടിനും ഒരു കാലികമായിട്ട് വലിയ പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വികസന കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഫ്ലോട്ടുകളാണ് ഓരോന്നും ഈ ഘോഷയാത്രയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഈ ഫ്ലോട്ടുകളൊക്കെ തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇനി സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ പരിപാടികളും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാകണം എന്നുള്ള ഒരു അറിയിപ്പ് തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിവിപുലമായിട്ട് തലസ്ഥാനത്ത് നടക്കുന്ന ഓണം വാരാഘോഷത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയും പൂർണ്ണമായിട്ടും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഉള്ളതായിരിക്കും. ഈ ഫ്ലോട്ടുകൾ ഓരോന്നും അത്തരത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ്, ഒരുക്കിയിരിക്കുന്നതാണ്. ഈ പബ്ലിക് ലൈബ്രറിക്ക് മുന്നിൽ ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് VIP പവലിയനുകൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ VIP ആയിട്ടുള്ളവർക്ക് ഈ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശത്തെ VIP പവലിയന് മുന്നിലും മ്യൂസിയം ഗേറ്റിന് സമീപത്തെ പ്രത്യേക സ്റ്റേജിലും ഒക്കെ തന്നെ കലാരൂപങ്ങൾ അവതരിപ്പിക്കും. ഈ പോകുന്ന കലാരൂപങ്ങളൊക്കെ തന്നെ ഈ ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ അവരിങ്ങനെ അവതരിപ്പിച്ചു പോകുകയാണ്. അതായത് ആയിരക്കണക്കിന് വരുന്ന കലാകാരന്മാരുടെ അധ്വാനം, അവരുടെ ഒരു ഈ കലയോടുള്ള ഒരു ഇഷ്ടം, അതൊക്കെയാണ് ഈ ഘോഷയാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഈ കടന്നു പോകുന്ന വഴികളിലൊക്കെയും ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അവരുടെ കലാരൂപം, അല്ലെങ്കിൽ അവർ എന്താണോ ഏതിന്റെ വേഷമാണോ ധരിച്ചിരിക്കുന്നത് ആ കലാരൂപം അവതരിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ കടന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് ക്ഷീണം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് എല്ലാ സുരക്ഷയും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ കേരള പോലീസ് ഉൾപ്പെടെ ഉള്ളവർ തയ്യാറാണ്, വിവിധ ഉദ്യോഗസ്ഥർ തയ്യാറാണ് എന്നുള്ളതാണ്. ഈ റോഡിന്റെ ഇരുവശത്തും ഒരു വശത്തോടു കൂടിയാണ് ഘോഷയാത്ര കടന്നു പോകുന്നത്. മറുവശം നിറച്ചും ആളുകൾ ഘോഷയാത്ര ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. മണിക്കൂറുകളായിട്ട് ഘോഷയാത്ര കാണുന്നതിന് വേണ്ടിയിട്ട് കിഴക്കിക്കോട്ട വരെയുള്ള വിവിധ സ്ഥലങ്ങളിലായിട്ട് ആളുകൾ ഇങ്ങനെ
തലസ്ഥാന നഗരിയെ കളറാക്കി ഘോഷയാത്ര നടന്നു പോവുകയാണ്. വഴികളിലെല്ലാം നിരവധി ആളുകളാണ് ഘോഷയാത്ര വീക്ഷിക്കുന്നതിനായി കാത്തു നിൽക്കുന്നത്. 1000-ൽ പരം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിസ്മയങ്ങളായി തീർത്ത കലാരൂപങ്ങളാണ് ഘോഷയാത്രയുടെ ഭാഗമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തലസ്ഥാന നഗരിയെ അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭമാക്കിക്കൊണ്ട് തന്നെയാണ് ഘോഷയാത്ര കടന്നു പോകുന്നത്. തലസ്ഥാന നഗരി കളർഫുൾ ആയെന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. കളർഫുൾ ആയി തന്നെയാണ് ഘോഷയാത്ര കടന്നു പോകുന്നത്. നിരവധി ആളുകൾ തന്നെയല്ലേ റോഡിന്റെ ഇരുവശത്തും ഈ ഒരു ഘോഷയാത്ര ആസ്വദിക്കുന്നതിനായി കാത്തു നിൽക്കുന്നത്. ആഘോഷമായിരുന്നു തലസ്ഥാന നഗരിക്ക്. കാരണം ഓണാഘോഷം അത് വിവിധ വേദികളിലായിട്ട് വിവിധ കലാപരിപാടികൾ കാണാനായിട്ട് നിരവധിയായിട്ടുള്ള ആളുകളാണ് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്, തലസ്ഥാനത്തേക്ക് ഒഴുകി എത്തിയിട്ടുണ്ടായിരുന്നത്. അതിലും വിപരീതമായിട്ട് നിരവധി പുതുമകൾ ഇത്തവണ ഓണം ആഘോഷത്തിന്റെ ഭാഗമാക്കുവാൻ സർക്കാർ തയ്യാറായിരുന്നു. പ്രത്യേകിച്ച് ഡ്രോൺ ഷോ, മെഗാ ഡ്രോൺ ഷോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. തലസ്ഥാന നഗരി ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ തരത്തിലുള്ള ഒരു ആകർഷണമായിട്ട് ഒരു ആകാശ ദൃശ്യചാരുത ഒരുക്കിക്കൊണ്ടാണ് ഡ്രോൺ ഷോ ഒക്കെ തന്നെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ആ ഡ്രോൺ ഷോ ഉൾപ്പെടെ ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഒരുക്കിയിരുന്ന എല്ലാ വിവിധ പരിപാടികൾ അത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാവുകയും വലിയ ജനപ്രിയമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ ദിവസം ഇത് കാണാൻ കഴിയാത്തവർ പിന്നീട് ആ ദിവസം നോക്കി എത്തിച്ചേരുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. വലിയ തിരക്കാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച തലസ്ഥാന നഗരിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. 6 മണിക്കാണ് തലസ്ഥാന നഗരിയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് ദീപാലങ്കാരങ്ങൾ ദീപാലങ്കാരങ്ങൾ ഓണാകുന്നത്. ആ 6 മണി സമയം കാത്ത് ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്ന് അടക്കമുള്ളവർ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച, അത് എല്ലായ്പ്പോഴും എല്ലാ ആഘോഷങ്ങളിലും തിരുവനന്തപുരത്ത് അത്തരത്തിൽ ഒരു കാഴ്ച കാണുന്നതാണ്. പക്ഷേ ഓണാഘോഷം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി വിപുലമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ആഘോഷമായിട്ട് ഇത്തവണ നടന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് ഹലോ 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 ഹലോ